എന്ത് പറ്റി എന്റെ പിങ്കിമോക്ക്? പതിവില്ലാത്ത കാര്യമൊക്കെ ചെയ്യണം. സ്വന്തം വീടും പരിസരവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കണം. അതാണ് ആരോഗ്യപ്രദമായ കാര്യം. അല്ലാതെ രാവിലെ തന്നെ ജിമ്മിൽ പോയി ഈ മിഷനുമായിട്ട് കുസ്തി പിടിക്കുന്നേ അല്ല. കേട്ടില്ലേ? കേട്ടിരിക്കുന്നു. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം അമ്മ തമ്പുരായിട്ട് അടിച്ച് പുറത്താക്കിയ നിന്നെ. അത് പിന്നെ ചേച്ചി, ഞാൻ രാവിലെ തന്നെ എണീച്ചെന്ന് അടുക്കളയിൽ പോയായിരുന്നു. എന്നിട്ട് ഫുഡ് റെഡി ആയില്ലേന്ന് ഞാനൊന്ന് നീട്ടി ചോദിച്ചു. എനിക്ക് അത്ര ഓർമ്മയുള്ളൂ. അയ്യോ, അപ്പൊ തുടങ്ങിയ ഉപദേശമാണ് ഓപ്പിന്റെ അറ്റത്ത് വന്ന് നിക്കണേ. അത്യാവശ്യം. എന്നിട്ട് അമ്മ എവിടെ? അതങ്ങനെ കാണും. നീ രാവിലെ ജിമ്മിൽ തന്നെ പോയത് അതല്ല കൃഷിപ്പണിക്കാ? നീ ചീര കണ്ടിട്ടാണോ ചോദിക്കണേ? എന്താ എടീ, വരുന്ന വരിക്കേ ഒരു അമ്മുമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെയൊന്നും ഒരു ചീര പോലും മേടിക്കുന്നില്ല. ഞാൻ ഒരു കെട്ട് അവരെയൊന്നും മേടിച്ചു. ഇപ്പം മാളും സൂപ്പർ മാർക്കറ്റും ഒക്കെ വന്നപ്പോ ഇതുപോലെ ചെറു കൃഷിക്കാരെ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ എനിക്ക് കണ്ടപ്പോ പാവം തോന്നി, ഞാൻ അവരെയൊന്നും ഒരു കെട്ട് മേടിച്ചതാണ്. ഇതൊക്കെ ഒരു വിഷാംശം പോലും ഇല്ലാത്ത വീട്ടിൽ അവർ വളർത്തുന്നതാണ്. നമ്മൾ കഴിക്കുന്നത് ഭക്ഷ്യവിഷമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ച് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെയൊന്നും മേടിച്ചത്, പാവം തോന്നിയിട്ട്. നിനക്ക് ഇത്രയൊക്കെ വിവരം ഉണ്ടായിരുന്നല്ലേ? സാധാരണ സ്വന്തമായിട്ട് സമ്പാദിച്ച് സ്വന്തമായിട്ട് ചെലവാക്കുന്നതായിരുന്നല്ലേ? കൊള്ളാം. എനിക്ക് കുറച്ച് മനസാക്ഷിയൊക്കെ ഉണ്ട്. എടി നീ ഇപ്പൊ എത്തിയുള്ളൂ അമ്മ. കാല് കൂട്ടല്ലേ? കീര വാങ്ങിച്ചോണ്ടോന്നാ? ഞാൻ അച്ഛനെ വിളിച്ച് പറയാതിരിക്കായിരുന്നു കീര വാങ്ങിച്ചോണ്ടേ. മക്കളെ ഇത് നോക്ക്. എന്താ കണ്ടോ? ഇതാര്? രേവതി ചേച്ചി. ഇത് അമ്മയ്ക്കുള്ള സമ്മാനമാണോ? ഐഫോണ്, വാച്ച്, മാക്ക്, ഇത് കൊറേ ഉണ്ടല്ലോ. എന്തോ ഇത്? ഇനി ഞാൻ പറഞ്ഞിട്ടില്ലേ വാട്സാപ്പ് ഗ്രൂപ്പ്, ലോകത്തുള്ള പല മലയാളികള് സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയ ഗ്രൂപ്പ്. എന്നെ മിനി ആന്റി കൊണ്ട് ചേർത്തില്ലേ, വീട്ടമ്മ. ആ ഗ്രൂപ്പിലുള്ള ചേച്ചിയാണ് രേവതി ചേച്ചി. ചേച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിട്ട് വാങ്ങിച്ചത്. പക്ഷേ പ്രശ്നം എന്താ അറിയോ? ചേച്ചി നാട്ടിൽ വരുന്ന പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചത്. ഇപ്പൊ ചേച്ചിയുടെ ലീവ് ക്യാൻസൽ ആയി. ചേച്ചി അങ്ങ് ഇംഗ്ലണ്ടിലാണ് കേട്ടാ. നാട്ടിൽ ആരുമില്ല, ബന്ധുക്കളൊന്നുമില്ല. പക്ഷെ എന്നോട് ഭയങ്കര കാര്യം, സ്വന്തം അനിയത്തി പോലെയാണ് എന്നെ വിചാരിക്കുക. അപ്പൊ ഇനിയിപ്പോ കൊറിയർ ചെയ്ത് തരാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ഗിഫ്റ്റ് ഒന്നും അയച്ചു തരണ്ട, രവിയായിട്ട് അറിഞ്ഞ വഴക്ക് പറയുന്നു ഞാൻ പറഞ്ഞു ചെറുതായിട്ട്. പക്ഷെ ചേച്ചിക്ക് ഭയങ്കര ഇതൊന്നും വേണ്ട, വല്ല ഉടായിപ്പുമായിരിക്കും. ഉടായിപ്പൊന്നും ആയിരിക്കില്ല. ഉടായിപ്പാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഗിഫ്റ്റ് അയച്ചു തരുമോ? അങ്ങോട്ട് അയച്ചു കൊടുക്കാനല്ലേ പറയുള്ളൂ. അത് ശരിയാണ്. ചേച്ചിയുടെ വർത്താനൊക്കെ കേൾക്കുമ്പോഴേ നല്ല ജെന്യുവൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ നേരിട്ട് അറിയാത്ത ഒരാളുടെ ഗിഫ്റ്റ് ഒക്കെ എങ്ങനെ വാങ്ങിക്കണം? ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. ഒരു ഗ്രൂപ്പിൽ കൂടെയുള്ള പരിചയമല്ലേ ഉള്ളൂ. അതല്ല അമ്മ, ഈ മറ്റേ വാച്ചും മാക്കും എല്ലാം കൂടെ എന്തായാലും ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിൽ വില വരും. എന്നാ പിന്നെ വേണ്ട. അയ്യോ, 3 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് എനിക്ക് വേണ്ട അമ്മ. 3 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് ആന്റി വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കൂലേ? അങ്ങനെയാണെങ്കിൽ മോശം അമ്മ. അമ്മയുടെ അടുത്ത് പിന്നെ അവര് മിണ്ടത്തൊന്നുമില്ല. ഈ നമ്മളെന്തിനു വെറുതെ ഒരു സൗഹൃദം? അച്ഛൻ അറിഞ്ഞ എന്നെ ആനക്കാളും വഴക്ക് പറയും. ഇതൊന്നും അച്ഛൻ ഇഷ്ടപ്പെടൂല, ആരുടെയും കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല അമ്മ, ഇവള് പറഞ്ഞാല് കാര്യമുണ്ട്. എന്തോന്ന് കാര്യം? വെറുതെ എന്തിനാ കളയുന്നത്? അതെ, അച്ഛൻ അറിയാതെ നോക്കിയാ പോരെ. അച്ഛൻ അറിയാത്ത ഒരു ബിസിനസ് ഈ വീട്ടിൽ ഇല്ല കേട്ടാ. അച്ഛനോട് പറഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം. അച്ഛൻ്റെ അടുത്ത് പറയണ്ടെന്നല്ല, ഗിഫ്റ്റ് വന്നിട്ട് അച്ഛനോട് പറയാം, ഒരു സർപ്രൈസ് ആവുമല്ലോ. അയ്യോ, അതൊന്നും ശരിയാവൂല മക്കളെ, എനിക്ക് തോന്നില്ല, ശരിയാവൂല. വേണ്ട, ഞാൻ വേണ്ട. ഇനി എങ്ങനെ പറയും വേണ്ടെന്ന്? അതെന്നെ വേണ്ടെന്ന് പറയുന്നത് മോശം. ഇപ്പൊ എന്തായാലും അയക്കാൻ വേണ്ടി ഇരിക്കല്ലേ, അമ്മയുടെ അഡ്രസ് അയച്ചു കൊടുക്കാം. എനിക്ക് അഡ്രസ് ഒന്നും ടൈപ്പ് ചെയ്യാൻ വയ്യ. ഞാൻ അയക്കാം. ഞങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അവസാനം അച്ഛൻ്റെ വഴക്കേക്കാണെങ്കിൽ ഞാൻ പറയും നിങ്ങളാണ് ചെയ്തെന്ന് കേട്ടോ. എന്തോന്നോ ചെയ്, എനിക്കറിയാം. എടി, നമുക്ക് അഡ്രസ് അടിക്കാം. മണിമന്ദിരം, ഓക്കെ. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഡൺ. അയ്യോ, മാക്ക് ഫോൺ നോക്കാം. ഞാൻ എടുക്കും. ഐഫോൺ ആദ്യ സാധനം വരട്ടെ. അയ്യോ, ഇവിടെ വെച്ചിട്ടാണ്. ഓ, പാലിപ്പോ കൊണ്ടുവരാവേ. ശരി, അറിയാം, അതാണ് ചോദിക്കാൻ വന്നത്.
ചേച്ചി ഉം, എനിക്കും ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉം, സ്കൂളിന്റെ. ഉം. എന്റെ ദൈവമേ, അതിനകത്ത് ഈ അസൈൻമെന്റ് അയക്കെന്ന് പറഞ്ഞു വെറുതെ ടീച്ചർമാര് ശല്യപ്പെടുത്തണല്ലാതെ ഒരു പ്രയോജനം ഇല്ല ആ ഗ്രൂപ്പിനെ. ആ, എനിക്കും ഉണ്ട് ഒരു ഗ്രൂപ്പ് ജിമ്മിന്റെ. അതില് കൊറേ കോഴികൾ കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലീവായി. ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യന്നേ, എന്ത് കഷ്ടം ഇത്. നീ ആ ഗ്രൂപ്പിൽ നിന്ന് ലീവായി. ആ, എടി നിന്നെ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് പറ. ഓടിയാടുന്നു. അതല്ലേ കൈയിരിക്കും. ചേച്ചിയാണത്ര ചേച്ചി. ഇവിടെ അമ്മേരെ സ്വന്തം ചേച്ചി അല്ലാണ്ട് പോലും ഗിഫ്റ്റും ഐഫോണും മാക്കൊക്കെ അയക്കുന്നു. എനിക്കിവിടെ ഒരു സ്വന്തം ചേച്ചി ഉണ്ട്. എന്തിനു കൊള്ളാം നിന്നെ കൊണ്ട്? അതെ, ഞാൻ അംബാനിയുടെ മോളല്ല, രവീന്ദ്രന്റെ മോളാണ്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. അഡ്രസ് അയച്ചിട്ട് എടി റിപ്ലൈ വന്നു കേട്ടോ. എന്തുവാ? ആൻറ്റി കൊറിയർ സർവീസ് നിൽക്കുവാണ്, ട്രാക്കിംഗ് നമ്പർ അയച്ചു തരാന്ന് പറഞ്ഞിട്ട്. അമ്മ ഓ മെസ്സേജ് വന്നേട്ടോ. എന്തോന്ന്? ആന്റിയെ ആ കൊറിയർ സർവീസിന്റെ അടുത്താണ് അവരുടെ വീടെന്നേ. അപ്പൊ അവിടെ നിക്കുവാണ്, ട്രാക്കിംഗ് നമ്പർ അയച്ചു തരാന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഷേ എനിക്ക് ഭയങ്കര ചമ്മല്. ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടാൻ പോണത്. എന്നാലും വേണ്ടിയിരുന്നല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല, സ്നേഹം കൊണ്ടയക്കണേ. എന്നാലുവേ തീരെ നേരിട്ട് പരിചയമൊന്നും ഇല്ലല്ലോ, ഒരു ഗ്രൂപ്പിൽ കൂടെ ഉള്ള ഒരു പരിചയമല്ലേ ഉള്ളൂ. എന്നാൽ ഇത്ര പെട്ടെന്ന് ഭയങ്കര സ്നേഹമായല്ലോ. എങ്ങനെയല്ലേ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് പെട്ടെന്ന് പെട്ടെന്ന്? ഞാൻ ഒരു കാര്യം പറയണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു. എന്തോന്ന്? അമ്മ എൻ്റെ ഫോണൊന്ന് നോക്കമ്മ. പിടി നോക്ക്, ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന, ക്യാമറയുടെ അവിടെയൊക്കെ പൊട്ടി, ക്ലാരിറ്റി ഒക്കെ പോയി. ഇടയ്ക്കിടയ്ക്ക് ഇത് ഹീറ്റ് കൂടി എന്ത് ചെയ്യും, ഓഫായി. ഇനി ഓണാവാൻ വേണ്ടി നമ്മൾ മണിക്കൂറോളം കാത്തിരിക്കണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ മതി, ഇങ്ങനത്തെ ഫോണൊക്കെ മതി. അല്ല അമ്മ, ഈ നോട്ട്സ് ഒക്കെ അയച്ചു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എക്സാം ഒക്കെ ഓൺലൈൻ ആയിട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇതൊക്കെ ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും അമ്മ? കുഴപ്പമില്ല, എന്റെ ഫോണിലേക്ക് വന്നോളൂ. അല്ല ഞാൻ പറയാൻ വന്ന അതല്ല, പിന്നെ അമ്മയ്ക്കുണ്ടല്ലോ ഗിഫ്റ്റ് കിട്ടത്തില്ലേ, അപ്പൊ അതിൽ ഐഫോൺ അല്ലേ, ഐഫോൺ എനിക്ക് തരണേ അമ്മ. മേടിച്ചു തരാലോ. മേടിച്ചു തരൂ? താങ്ക് യു താങ്ക് യു. അയ്യോ, എന്റെ അമ്മയ്ക്ക് ഇത്രയും നല്ല മനസ്സാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങ് നോക്കിയിരുന്നോ, ഇപ്പൊ തരാം. ഐഫോൺ എനിക്ക് വേണം, പിന്നെ ഐപാഡ് വേണമെങ്കിൽ നീ എടുത്തോ, വാച്ച് അമ്മയും കെട്ടിക്കോ. അയ്യേ, ഫോൺ എനിക്കാണ്, നീ അങ്ങനെ നോക്കി വെക്കണ്ട. നീ അങ്ങ് അത് പള്ളി പോയി പറഞ്ഞാൽ മതി. നീ പോയി പറഞ്ഞാ മതി, അങ്ങനെ നീ വെള്ളം ഇറക്കണ്ട. നോക്കമ്മ, ഇല്ല അത് പറ്റൂല, അത് പറ്റൂല. ഇത് നീ ഉണ്ടല്ലോ മറ്റേ ആന്റി ഇത് ഗിഫ്റ്റ് അയച്ചു തരാന്ന് പറഞ്ഞപ്പോ ആന്റി നീ എന്തോന്നൊക്കെ പറഞ്ഞ ഉടായിപ്പാണ്, അത് ശരിയാവൂലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഗിഫ്റ്റ് ഇല്ല, ഗിഫ്റ്റ് ഇല്ല. ആരും ഗിഫ്റ്റ് എടുക്കണ്ട. ഇതൊന്നും പറഞ്ഞു രണ്ടും കൂടെ അടിയും തുടങ്ങി. എന്തോന്ന് പിള്ളേരെ ഇത്? ഫോൺ ബെല്ലടിക്കുന്നു. ഓ ഫോൺ എടുക്കുന്നു. അടി. ഹലോ, യെസ് സ്പീക്കിംഗ്. ഓക്കെ, 20,000 as service charge. Oh, okay. I will check and contact you back. Okay. Please give me some time. Oh, okay. Thank you. ഇവിടെ മറ്റേ ചേച്ചിയെ കൊറിയറേക്കെന്ന് വന്നില്ലേ, അവരുടെ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന് വിളിച്ചത്. എന്താ പറഞ്ഞു? വിദേശത്ത് നിന്ന് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ 20,000 രൂപ സർവീസ് ചാർജ് കൊടുക്കണമെന്ന്. 20,000 രൂപ, 1-2 രൂപയല്ല. ശരിയാവൂല. അല്ലമ്മ, നമ്മള് ഒറ്റയടിക്ക് തീരുമാനം എടുക്കാൻ വരട്ടെ. ഈ ഐഫോണും മാക്കും എല്ലാത്തിന്റെ ഒക്കെ വില വെച്ച് നോക്കുമ്പോഴേക്കും 20,000 രൂപ വളരെ തുച്ഛമായ ഒരു വിലയാണ് അല്ലേ? നിനക്ക് തുച്ഛമായിട്ടായിരിക്കും, പക്ഷെ എന്റെ 20,000 ഒന്നും ഇല്ല. പിന്നെ എന്റെ നുള്ളിപ്പറക്കി ഒരു 5,000 രൂപ കാണും, അത് വെച്ചിട്ട് എങ്ങനെ മേടിക്കും? എന്റെ അതുപോലും ഇല്ല. ഒരു കാര്യം ചെയ്യ്, നിനക്കല്ലേ എത്ര നിർബന്ധം, നീ നിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വെച്ച് വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഒരു വഴിയുമില്ല. എന്ത് വഴി ഇരിക്കുന്നത്? അതങ്ങ് വിട്ടേക്കാം. അതന്നെ ഞാൻ വിളിച്ച് പറയാം. ഇതൊന്നും ശരിയാവൂല ചേച്ചി, വേണ്ടെന്ന് പറയാം. എടുത്തു ചാടി ഒന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട. അമ്മേരല്ലേ ATM ഇല്ലേ? എന്റെ ATM കാർഡൊക്കെ അച്ഛൻ്റെ ഇല്ലല്ലേ ഇരിക്കണേ? അമ്മയ്ക്ക് ഓൺലൈൻ ബാങ്കിങ് ഉണ്ടല്ലോ. ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്, പക്ഷെ എന്റെ പാസ്വേഡ് നിനക്ക് അറിയോ? ഇല്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, അച്ഛനെ അറിയുള്ളൂ ഇതൊക്കെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കാറില്ല, സത്യം പറയില്ല. നിന്റെ അച്ഛൻ പിന്നെ ബാങ്കുകാരനായതുകൊണ്ട് എല്ലാം അങ്ങനെ ഏൽപ്പിച്ചേക്കല്ലേ. എനിക്ക് ആവശ്യത്തിന് അന്നുള്ള ചിലവിനുള്ള പൈസ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ അങ്ങ് വിട്ടേക്ക്, എന്ത് ചെയ്യാൻ പറ്റും? പൈസ ഇല്ലല്ലോ. പൈസ ഇല്ല.
പോട്ട് 20,000 രൂപ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വെച്ചോണ്ടല്ലേ ഇരിക്കുന്നു. ആന്റി വിളിച്ചു പറ. വിടാൻ വരട്ടെ, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തോന്നു? കുറച്ച് ഡേഞ്ചറസ് ആണ്. ഓ മോഷണായിരിക്കും. റിങ്കി ബിഹേവ്. നീ പറ എന്തോന്നാണ്. അമ്മ നമുക്ക് കുറച്ച് സ്വർണ്ണം എടുത്തേ പണയം വെക്കാം. ആരുടെ സ്വർണം? അമ്മയുടെ സ്വർണം. അമ്മയുടെ സ്വർണം ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. നിന്റെ അച്ഛന്റെ ദാനശീലം കാരണം അമ്മ എല്ലാം കൊണ്ട് ലോക്കറി വെപ്പിച്ചു പുലിനടയിലത്തെ. എന്റെ സ്വർണ്ണം ഇല്ല. മനസ്സിൽ വെച്ചോ. അമ്മ സ്വർണം. അയ്യോ അത് സ്വർണ്ണമല്ല. ഇത് മുക്ക്. അയ്യോ ഇല്ല അമ്മ, അത് കണ്ടാ പറയൂലല്ലോ മുക്ക. അയ്യോ സ്വർണം തന്നെ അമ്മ. അമ്മ നമുക്ക് ഇത് പണയം വെക്കാം അമ്മ. എന്തോന്ന് പിള്ളേരെ പണയം വെച്ച് നമുക്ക് 20,000 കിട്ടുമോ ഇതിന്? പുലിനട വീട്ടിലെ ആ പാരമ്പര്യമില്ല. ഞങ്ങൾ ആരും പണയം വെക്കാറില്ല. അയ്യോ അമ്മ പണയം വെക്കണ്ട, ചേച്ചി പണയം വെച്ചു. ഞാനാ? അതെ അമ്മ, നമുക്ക് എന്തായാലും ഇത് പണയം വെച്ചിട്ട് കാശ് കിട്ടുമല്ലോ. ആ കാശ് കിട്ടിയിട്ട് നമുക്ക് ആ സാധനങ്ങളൊക്കെ വരുമല്ലോ. ആ സാധനങ്ങൾ വന്നു കഴിഞ്ഞ് അച്ഛൻ ഇതൊക്കെ കാണിക്കുമ്പോഴേക്കും അച്ഛൻ എന്ത് ചെയ്യും? അതിലങ്ങ് വീഴും. അപ്പൊ അച്ഛൻ്റെ 20,000 രൂപ നമുക്ക് മേടിച്ചതിന് ശേഷം നമുക്ക് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് ഇതെടുക്കാം. എടി നിങ്ങൾ പറയുമ്പോൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. ചെറിയ എമൗണ്ട് അല്ല. 20,000 രൂപ 2 പവന്റെ വള കൊണ്ട് പണയം വെച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സമ്മതിക്കൂല. ഇതൊന്നും വേണ്ട, ശരിയാവൂല. അമ്മ എന്ന് ഒരു താമ എന്തമ്മ ഇത് വരാത്ത. എന്തോന്നടി ഇത് കാണിച്ചു വെച്ചേക്കുന്ന എന്റെ കൈ? ഓ ചുമന്ന് തടയിക്കൂടെ ചേച്ചി. എന്തോന്നടി നിനക്ക്? പിള്ളേരെ ഒരുമാതിരി എന്നെയും കൂടെ കുടുക്കി ചാടിക്കരുത് നിങ്ങളുടെ ഓരോ അതിമോഹങ്ങൾ കാരണം. ഇല്ല അമ്മ, ഒന്നും സംഭവിക്കില്ല, ഞാൻ ഗ്യാരണ്ടി അമ്മ. പ്രോമിസ്. മണിക്കുട്ടി. ഓ രവിയേട്ടാ, എന്തിന്ന് ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയേ? ലേറ്റ് ആയ ആര്? ഇല്ലേ, ഞാൻ 10 മിനിറ്റാ. എന്തോടി, ഞാൻ സമയത്ത് തന്നെയല്ലേ വന്നേ. പിന്നെ എന്തൊക്കെയുണ്ട് ഓഫീസിൽ വിശേഷം? ഒന്നും ഇപ്പൊ പറയാറില്ലല്ലോ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഓഫീസിലല്ലേ സുഖം. എന്ത് കിട്ടി ഇന്ന്? അതെ, എനിക്കേ ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? എന്ത് കാര്യം? എടേ വേറെ കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഇന്നൊരു സ്ത്രീ ബാങ്കിൽ വന്നു. ഒരു പാവപ്പെട്ട സ്ത്രീ. അവരെ ഭർത്താവിന്റെ ഗൾഫിലാണ്. പാവപ്പെട്ട സ്ത്രീ ഒരു ഇടത്തരം കുടുംബമാണ്. എടാ അവരുടെ ബന്ധുവോ ഫ്രണ്ടോ ആരോ യൂറോപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഗിഫ്റ്റ് അയക്കണം എന്ന് പറഞ്ഞു. ഇത് പണ്ട് ഈ തട്ടിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് കള്ളത്തരമാണ്. എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കൂലല്ലോ. ഈ 30,000 രൂപ വേണം ഇതിനും. ഈ കൊറിയർ ചാർജ്, സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞു അവര് 30,000 രൂപ അടച്ചു. 3 ആഴ്ചയായി സാധനമില്ല, പൈസ ഇല്ല. ഇതിനിടയ്ക്ക് ഒരു 5,000 രൂപ അതിന്റെ ടാക്സ് എന്ന് പറഞ്ഞു വന്നു. അതും അവിടെ അടച്ചു. ഇപ്പം സാധനമില്ല കാരണം വിളിയും കരച്ചിലുമായി ബാങ്കിൽ വന്നു. ഞാൻ പറഞ്ഞു കിട്ടാൻ വഴിയുന്നില്ല. അവര് പറഞ്ഞ അഡ്രസ്സിലല്ലേ നമ്മൾ പൈസ അയച്ചത്, ബാങ്കുകാർ കൊടുക്കൂ. പിന്നെ അവരെ സീനിയർ മാനേജർ പോയി കണ്ട് കാര്യം പറയാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കിട്ടാനൊന്നും പോണില്ല. എന്തോ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ്. ആ കാര്യത്തിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ കുറിച്ച് അഭിമാനമാണ്. എൻ്റെ മണിക്കുട്ടിയാണെങ്കിലും പിള്ളേരാണെങ്കിൽ അങ്ങനെയൊന്നും ഒന്നിലും വീഴില്ല. നോക്കിയും കണ്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. പിള്ളേരെവിടെയാണ്? പിള്ളേര് അവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ എവിടെയെങ്കിലും. ഇന്ന് രണ്ടും നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിലോ ആയിരിക്കും. പിന്നെ നീ എന്തോ പറയണ്ടെന്ന് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു. നീ എന്തോ എന്നോട് പറയണ്ടെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മണി ഇന്ന് കഴിക്കാൻ തോന്നുന്നു. കഴിക്കാനോ? എടി അത്താഴം എന്തെന്ന് ഇന്ന് വല്ല കഴിക്കണ്ടോ? ഇന്ന് എന്തോ വരുന്നു? അയ്യോ അല്ല, ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നു. നിനക്ക് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. ചപ്പാത്തിയും കറിയും തോന്നുന്നു. മുട്ടക്കറി. വല്ല വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. മുട്ടയൊക്കെ വൈകുന്നേരം കഴിച്ചു. എന്നാ മുട്ട മാറ്റി കഴിച്ചാൽ മതി. വെജിറ്റബിൾ കറിയോ ഉള്ളിക്കറിയോ? എന്റെ ആ നീല ഷർട്ടേ ഒന്ന് തേച്ച് മടക്കി. ഇതല്ല, നേവി ബ്ലൂ ഷർട്ട്. നാളെ അത് വേണ്ടിയിട്ടുണ്ട്. രാംകുമാർ സാർ വിളിക്കുന്നു. ഹലോ സാർ. ഓ ആ നാളെ അല്ലേ സാർ? അത് നാളെ ക്ലിയർ ചെയ്യും. ഓക്കെ സാർ, ഉറപ്പാണ്. ഞാൻ എങ്ങനെ ഇങ്ങോട്ട് പറയും? എന്റെ വളയും പോയി. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ ചത്തു. ഞാനേ അച്ഛനോട് എല്ലാം തുറന്നു പറയാം കേട്ടോ. അതെ അമ്മ വിഷമിക്കാതെ. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല.
ഒന്നും സംഭവിച്ചില്ല. നീ മിണ്ടരുത്. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ രവിയേട്ടനോട് ഇതുവരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ട് എല്ലാ കാര്യവും പറയണം. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതെ അതമ്മ നമുക്കൊരു വെപ്രാളം പരിവേഷമൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ കള്ളത്തരമൊക്കെ ചെയ്യണേ. പിന്നെ അങ്ങ് ശീലമായിക്കോളും അമ്മ. ഓടി ഓടുന്നു. ഓരോരോ പ്രശ്നങ്ങളിൽ പോയി തലയും വെപ്പിച്ചു. എന്തോ അയ്യോ, എനിക്ക് വയ്യ. ഇത് എങ്ങനെ പറയും ഞാൻ അച്ഛനോട്? എന്ത് വിചാരിക്കും നമ്മളെ പറ്റി? അതെ, നീ അച്ഛൻ പറഞ്ഞ പോലെ ആ ഇംഗ്ലണ്ടുകാരി വല്ല ഉടായിപ്പോ ആണെങ്കിലോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊന്നും തോന്നണില്ലേ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അന്ന് വേറെ കഥ പറഞ്ഞില്ലേ? അത് വെച്ച് നോക്കുമ്പോ ഇത് സത്യം തന്നെ, പ്രശ്നം തന്നെ. ഇത് ആ പൈസ പോയി. എന്റെ 20,000 രൂപ, എന്റെ വള. അച്ഛൻ അച്ഛൻ മുഖം എങ്ങനെ ഇരിക്കണേ? രവിയേട്ടാ, എന്ത് പറ്റി? ഇതിൽ കൂടെ എന്തോന്ന് പറ്റേ? അച്ഛൻ എല്ലാം അറിഞ്ഞമ്മ. ഇനി ഒന്ന് വിളിച്ചേക്കനെ പറഞ്ഞു. രവിയേട്ടാ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. വേണമെന്ന് വെച്ച് ചെയ്തതല്ല. സമ്മാനം കിട്ടുമല്ലോ എന്ന് അറിഞ്ഞപ്പോ. ഒരു സമ്മാനം കിട്ടിയാ? വരുമായിരിക്കും. വരും, കാത്തിരുന്നോ. എന്റെ മണി, ഇത്ര നാളായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു കാര്യമെങ്കിലും ഞാൻ നിങ്ങളെ മറച്ച് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. രവിയേട്ടാ, ക്ഷമിക്ക്. തെറ്റ് പറ്റിപ്പോയി, അറിയാം. പക്ഷെ പിള്ളേരെല്ലാം കൂടെ നിർബന്ധിച്ച് പതുക്കെ 20,000 രൂപ കൊടുത്ത് അമ്മ കുറ്റം പറയണ്ട അച്ഛാ. ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ്. പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പറയാത്ത. അല്ല, അച്ഛൻ എങ്ങനെ അറിഞ്ഞ? മക്കളെ, അച്ഛൻ എവിടെ ജോലി? ബാങ്കിലല്ലായിരുന്നോ? ആണോ? അല്ലേ അല്ലേ? അത് ഓർമ്മ വേണം. ഞാൻ റെങ്കിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി, ട്രാൻസാക്ഷൻ കണ്ട്. അച്ഛാ, ഒരു അക്കൗണ്ട് എങ്ങനെയും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. അവരൊക്കെ പഠിച്ച കള്ളന്മാരാണ്. പറ്റൂലല്ലേ? ഓ, 20,000 രൂപ ഗോപി. കഷ്ടം. ഇനി എന്ത് ചെയ്യും? അതൊക്കെ പോട്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഒരു കാര്യം എല്ലാവരും കൂടെ പറയാം. ഈ നമ്മളെ ഒരു പരിചയമില്ലാത്തവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ കൊടുക്കരുത്. ചില മെസ്സേജുകളൊക്കെ വരും. പിൻ നമ്പർ വേണം, OTP നമ്പർ വേണം, അക്കൗണ്ട് നമ്പർ വേണം. അതൊക്കെ കൊടുക്കരുത്. കൊടുക്കാതിരിക്കാൻ റിപ്ലൈ കൊടുക്കരുത്. അബദ്ധത്തിലും ചെന്ന് ചാടരുത്. മനസ്സിലായോ? ആരും നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല ഇക്കാലത്ത്. ഉദാഹരണത്തിന് ഒരു 1000 രൂപയുടെ ഒരു ഡ്രസ്സാണെങ്കിൽ അവർ 2000 രൂപ വില ഇട്ടിട്ട് അതിൽ ഓഫർ എന്ന് പറഞ്ഞാൽ 500 രൂപ കുറച്ച് 1500 വിൽക്കും. അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. മണി വന്ന് നീ വാ. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞേ? നിങ്ങളെ പണയം വെക്കാൻ വേണ്ടി കൃഷ്ണ ബാങ്കേഴ്സിൽ പോയില്ലേ? പോയി. അതിന്റെ ഓണർ ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പം വിശ്വസിച്ചില്ല മണി. പിന്നെ തിരിച്ചു വന്നപ്പോ അവിടെ കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഇതെടുത്തോണ്ടെങ്കിൽ വന്നു. ഏട്ടാ, സോറി. ഇനി ഇതേപോലത്തെ അബദ്ധത്തിലൊന്നും വീഴൂല. സോറി ഏട്ടാ. കുഴപ്പമില്ല. നീ ഹാപ്പി അല്ലേ? എന്താണ്? കൊറിയർ? കൊറിയർ? ആര് കൊറിയർ? ആരുടെ പേരിൽ? എന്റെ പേരില്. അമ്മയുടെ പേരിലല്ലേ? അമ്മയുടെ പേരില് കൊറിയറാ? കണ്ടോ അച്ഛാ, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ? ഓ, എന്തൊക്കെയായിരുന്നു. റെഡി. എന്തൊക്കെയായിരുന്നു അച്ഛാ? ഫേക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞു വെറുതെ ആന്റി വെറുതെ സംശയിച്ചു. ഫോണാ?
അങ്ങനെ വിചാരിച്ച പെട്ടെന്ന് തുറക്കാൻ പറ്റൂ? ഞാൻ സീലൊക്കെ ചെയ്ത് വെച്ചേക്കല്ലേ. ഒരു നോട്ട്. കത്താ? എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പിങ്കി മോക്ക് അച്ഛന്റെ വക സമ്മാനം. അച്ഛാ, അച്ഛൻ മേടിച്ചതാ എനിക്കോ? താങ്ക് യു അച്ഛാ. അച്ഛൻ നല്ല രസമുണ്ട്. അച്ഛൻ എങ്ങനെ അറിഞ്ഞു എനിക്ക് ഫോണ് വേണമായിരുന്നെന്ന്? നിങ്ങളുടെ ഓരോ കാര്യം അച്ഛൻ അറിഞ്ഞൂടെ? താങ്ക് യു അച്ഛാ, താങ്ക് യു.